തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ അടിമുടി തിരുത്തലിന് CPM. നേതാക്കളുടെ സമീപനവും സ്ഥാനാർത്ഥി നിർണയവും തിരിച്ചടിയായെന്ന് കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ വിമർശനത്തിന് ആരും അതീതരല്ലെന്നും ജനറൽ സെക്രട്ടറി MA ബേബിയുടെ ഓർമ്മപ്പെടുത്തൽ. തിരുത്തൽ നടപടികൾ ചർച്ച ചെയ്യാൻ സെപ്റ്റംബർ പകുതിയോടെ കേരളത്തിൽ വിപുലീകൃത സംസ്ഥാന സമിതി യോഗം ചേരും. 3 മാസത്തെ ഇടവേളയെന്ന പതിവ് തെറ്റിച്ച് 1.5 മാസത്തെ ഇടവേളയ്ക്കിടെ CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നത് കേരളമടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാനായിരുന്നു. എന്നാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കീഴ്ഘടകങ്ങൾ ഉന്നയിച്ച വിമർശനങ്ങൾ പാടെ ഉൾക്കൊള്ളുന്നതായിരുന്നില്ല സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കി സമർപ്പിച്ച റിപ്പോർട്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ റിപ്പോർട്ടിൽ മാറ്റങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടാണ് CPM PB പിരിഞ്ഞത്. ശേഷം ചേർന്ന 3 ദിവസത്തെ CPM കേന്ദ്ര കമ്മിറ്റി യോഗം സമഗ്രമായ മാറ്റമാണ് പാർട്ടിക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത്. പാർട്ടിയിലെ നേതാക്കളുടെ പ്രവർത്തനവും ജനങ്ങളോടുള്ള പെരുമാറ്റവും അടക്കം ചർച്ചാ വിഷയമായി കേന്ദ്ര കമ്മിറ്റിയിൽ ഉയർന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന വസ്തുത ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ ഞങ്ങൾക്കുണ്ടായ പോരായ്മ, വീഴ്ച, അതാണ് എൻ്റെ ദൃഷ്ടിയിൽ ഈ തോൽവിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം. സമഗ്രമായ മാറ്റം വേണം. പ്രവർത്തന ശൈലിയിലും സമീപനത്തിലും അടക്കം മാറ്റം വേണം. വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിലും അതോടൊപ്പം തന്നെ പ്രചാരണത്തിലും. പല തെറ്റുകുറ്റങ്ങളും പറ്റിയിട്ടുണ്ട് ഞങ്ങൾക്കെല്ലാം. ആ തെറ്റുകുറ്റങ്ങൾ മനുഷ്യസഹജമായ തെറ്റുകുറ്റങ്ങളുമുണ്ട്. അതെല്ലാം ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. വ്യക്തികൾക്ക് വീഴ്ചയുണ്ടോ? വ്യക്തികൾ ചേർന്ന പാർട്ടിക്കല്ലേ വീഴ്ചയുണ്ടാകുന്നത്. പാർട്ടിക്ക് വീഴ്ചയുണ്ടാകുന്നത് ആ പാർട്ടിയിലുള്ള പല തലങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക്, ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ഓരോന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ വിഷയങ്ങൾ വരും. അങ്ങനെ ആലോചിച്ച് സ്വയം വിമർശനം നടത്തേണ്ടതില്ലാത്തവരായിട്ട് ആരും പാർട്ടിയിലില്ല. വീഴ്ചകളെല്ലാം അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ റിപ്പോർട്ടിൽ. ഇതിന് എന്ത് പരിഹാരം കാണണമെന്നത് വിപുലീകൃത സംസ്ഥാന സമിതി യോഗത്തിലായിരിക്കും തീരുമാനിക്കുക. നേതാക്കളെ ആരെയും പേരെടുത്ത് പറയാതെയായിരുന്നു കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷമുള്ള തീരുമാനങ്ങൾ വിശദീകരിക്കുന്നതിൽ MA ബേബി സംസാരിച്ചത്. പാർട്ടിക്ക് വിവിധ തലങ്ങളിൽ ജാഗ്രത കുറവുണ്ടായി. അതെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്ത് ആ തെറ്റുകൾ തിരുത്തുക എന്നുള്ളതാണ് പാർട്ടി എപ്പോഴും ചെയ്യാറുള്ളത്. പാർട്ടിക്കുള്ളിൽ ഉയർന്ന അഭിപ്രായ ഭിന്നതകളെ കുറിച്ച് പ്രതികരിക്കാൻ പാർട്ടി ജനറൽ സെക്രട്ടറി തയ്യാറായിട്ടില്ല. വിഴിഞ്ഞമടക്കമുള്ള വിഷയങ്ങളിൽ സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കുമെന്നാണ് MA ബേബിയുടെ വാദം. VD Satish government has handled it. More information need to come from the prima facie information that is available. The UDF government's hands and the hands of the Chief Minister are tainted. എന്തായാലും സെപ്റ്റംബർ പകുതിയോടെ നടക്കാൻ പോകുന്ന വിപുലീകൃത സംസ്ഥാന സമിതി യോഗത്തിൽ മാറ്റത്തിനായുള്ള തിരുത്തൽ നടപടികൾ ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. ക്യാമറാമാൻ ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.